ഒരു ആന ചത്തുവെന്നാണ് പറഞ്ഞത്. 103 വയസ്സുള്ള ഒരു ആനയാണ് ചത്ത്. ബ്ലഡ് വന്നിരുന്നത്രേ. കിടക്കാറില്ല, 5-6 കൊല്ലമായിട്ട് കിടക്കാൻ പറ്റില്ല. വായു ബ്ലഡ് വന്നു. സുരേഷ് ഗോപി ആന എവിടെയാണ്? ഓ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നത്തൂർ കൊട്ടാരത്തിലാണ് നിൽക്കുന്നത്. ഏകദേശം ടിപ്പു അന്ന് പടവെട്ടി എന്നൊക്കെയാണ് പറയുന്നത്. കറക്റ്റായിട്ട് നമുക്ക് ഐതിഹ്യം അറിയത്തില്ല, ഇവിടെ കറക്റ്റ് പറയാൻ വേണ്ടി ആരുമില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ആനത്താവളമാണ്. ഏകദേശം 10-50-60 ആനകൾക്ക് പുറത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആനയെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. നിങ്ങളീ കണ്ടല്ലോ. അപ്പോൾ ഈ ആനയുടെ പേര് നന്ദൻ എന്നാണ്. ഈ ആന ചെറിയ മതപ്പാടൊക്കെ ഉള്ള പ്രശ്നത്തിൽ ആന ഇപ്പോൾ അവർ തളച്ചിട്ടിരിക്കുകയാണ്. 2 ചങ്ങലയാണ് തളച്ചിട്ടിരിക്കുന്നത്, കണ്ടല്ലോ. കാര്യം ഇരട്ടച്ചങ്ങല തളച്ചിട്ടിരിക്കുന്ന ആന. കാര്യം അത് മതപ്പാട്, നിങ്ങൾക്ക് തന്നെ കാണാം, മതപ്പാടുള്ള ആനയാണ്. അപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കില്ലെന്നാണ് പ്രത്യേകം നോട്ടീസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 ചങ്ങലയിലൂടെ അത്രയ്ക്ക് ഡേഞ്ചറാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, കുറച്ചൊക്കെ അടുത്തോട്ട് പോയി കാണാം. 2 ചങ്ങല ഇട്ടത് കൊണ്ട് അല്പം ആശം ഡേഞ്ചറാണ്. കാര്യം കാരണം അവർ പ്രത്യേകം നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഈ ആന മതപ്പാടുള്ള ആനയാണ്, അതിൻ്റെ അടുത്ത് അധിക നേരം നിൽക്കരുത്. കാരണം മണ്ണൊക്കെ വാരി അഭ്യാസം കാണിച്ചതിൻ്റെ മുഖമൊക്കെ ആകപ്പാട ഇരിക്കുകയാണ്, കണ്ടല്ലോ. കമ്പൊക്കെ എടുത്ത് കണ്ണിൽ കുത്തുകയാണ്, അത്രയ്ക്ക് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്, ഇല്ലേ? അപ്പോൾ ഇവിടെ ചെറുതും വലുതുമായിട്ട് ഇഷ്ടം പോലെ ആനയുണ്ട്. എല്ലാവരും കളിക്കുന്ന പ്രായമാണ്, കണ്ടില്ലേ? മണ്ണൊക്കെ വാരി കളിച്ചിട്ട് പല ആനകളും, കണ്ടില്ലേ? മണ്ണ് വാരി കളിക്കുന്ന കണ്ടില്ലേ? മണ്ണ് വാരി കളിക്കുന്നു എല്ലാവരും, അതൊരു ഇതിലാണ്. അപ്പോൾ ഇവിടെ ആനയെ കഴുകുന്ന ഒരു സ്ഥലമാണ്. ആനയെ നമുക്ക് കഴുകാൻ വേണ്ടി പുതുതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ ഒരു സ്ലോപ്പിട്ടിയുടെ കാര്യം എന്ന് വെച്ചാൽ ആനയെ ചരിച്ചും കിടത്തിയിട്ട് കഴുകാനുള്ളതിലാണ്. ആനയുടെ കെട്ടിയതിന് ശേഷം ചരിച്ച് കിടത്തി കഴുകാനുള്ള ഒരു സർവീസ് സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടില്ലേ? ഇവർക്കൊക്കെ ഒറ്റ ചങ്ങലയാണ്. ഇവർ വലിയ പ്രശ്നക്കാരെല്ലാം തോന്നുന്നു. അതിൻ്റെ കാലിലൊക്കെ ചങ്ങലയുടെ പാടൊക്കെ ഉണ്ട്. കാരണം ഇവിടുത്തെ എല്ലാ ആനയ്ക്കും 2 ചങ്ങല ഇട്ടിട്ടുണ്ട്. കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല ആനയ്ക്ക് എപ്പോഴാണ് മതപ്പാടം ഉണ്ടാവണമെന്ന്. അപ്പോൾ ഇതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആനയാണ്, അതാണ് വേറൊരു കാര്യം. നിങ്ങൾ കാണുന്ന ഈ ഒരു ഇല്ലം കണ്ടല്ലോ, ഏകദേശം 500-600 വർഷം പഴക്കമുള്ളൊരു ചെറിയൊരു കോവിലകമാണ് കാണുന്നത്. അതിൻ്റെ മതിൽക്കെട്ട് കണ്ടായിരുന്നു, പണ്ടത്തെ ചെങ്കല്ലാണ്, കണ്ടില്ലേ? ഏകദേശം ദ്രവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരിപ്പോഴും അതിൻ്റെ തനിമയോടെ സൂക്ഷിക്കുന്നുണ്ട്. മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാലഹരണപ്പെട്ട് പോയതുകൊണ്ട് ഒരു പുരാതന വസ്തുവിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം നേരെ വരുമ്പോൾ കാണാം എലിഫൻ്റ് പിണ്ടം, കണ്ടോ? ഇതിൻ്റെ മൂത്രമല്ല കിടക്കുന്നുണ്ട്. ഇവിടെ പല സ്ഥലങ്ങളിലും എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് കയറിപ്പോയി പണിയൊന്നും വാങ്ങിച്ച് വെക്കരുതെന്ന് പ്രത്യേക ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ആനകളുള്ളത്, ഒരുപാട് ആനകൾ. ശബ്ദമുണ്ടാക്കാത്തത് അത് പ്രശ്നം ഉണ്ടാക്കണമെന്നുകൊണ്ടാണ് മാത്രമാണ്. ഏകദേശം 10-60-70 ആനയ്ക്ക് പുറത്തൂടെ ഉണ്ട്. കണ്ടോ, ഈ ആന ഗർഭിണിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ വയറൊക്കെ കാണുമ്പോൾ ഏകദേശം ഗർഭിണിയാണെന്ന് തോന്നുന്നു. കണ്ട, തന്നെ കണ്ടില്ലേ? അതിന് വയ്യ കേട്ടോ. അപ്പോൾ ഉടനെ കാണും, എൻ്റെ പ്രസവം ഉടനെ കാണുന്നു. സത്യം പറഞ്ഞ് ദൂരോട്ടൊക്കെ ഇഷ്ടം പോലെ ആന നിൽക്കണം, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. കണ്ടില്ലേ, ടോട്ടൽ എല്ലായിടത്തും നിൽക്കുന്നുണ്ട് ആന. കണ്ടോ, ഈ ആന ഗർഭിണിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ വയറൊക്കെ കാണുമ്പോൾ ഏകദേശം ഗർഭിണിയാണെന്ന് തോന്നുന്നു. കണ്ട, തന്നെ കണ്ടില്ലേ? അതിന് വയ്യ കേട്ടോ. അപ്പോൾ ഉടനെ കാണും, എൻ്റെ പ്രസവം ഉടനെ കാണുന്നു. സത്യം പറഞ്ഞ് ദൂരോട്ടൊക്കെ ഇഷ്ടം പോലെ ആന നിൽക്കണം, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. കണ്ടില്ലേ, ടോട്ടൽ എല്ലായിടത്തും നിൽക്കുന്നുണ്ട് ആന. അപ്പോൾ രാവിലെ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് രാവിലെ ഒരു ആന ചത്തുവെന്നാണ് പറഞ്ഞത്. ഏകദേശം 93 വയസ്സുള്ള ഒരു ആനയാണ് ചത്തത്. അതിൻ്റെ ഒരു ചെറിയൊരു കർമ്മം നടത്തിയ സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കർമ്മം നടത്തുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു. കാര്യം ഒരുപാട് ഭസ്മവും കാര്യങ്ങളും കിടക്കുന്നു. വലിയ സങ്കടകരമായ 93. പക്ഷെ നമ്മളിപ്പോൾ ലേറ്റായി പോയത്, നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. 93 വയസ്സുള്ള ഒരു ആന ചത്തുപോയെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ആയുസിൻ്റെ പരമാവധിയിൽ അത് ഇവിടെ ഉണ്ടായിട്ടാണ് ചത്താൻ തോന്നുന്നത് എന്തായാലും. അപ്പോൾ ഏകദേശം ഇവർ നല്ലപോലെയാണ് ആനയെ ശുശ്രൂഷിക്കുന്നതെന്ന് തോന്നുന്നു. കാര്യം കണ്ടിട്ട്. കാര്യം ഇവിടുത്തെ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരിക്കും. കാരണം 93 വയസ്സുള്ള ഒരു ആന ചത്തുപോയെന്ന് പറഞ്ഞപ്പോൾ
ഇവർക്ക് എല്ലാവർക്കും വിഷമം കാണും. കാണാത്ത നല്ലത്, കാണാത്ത നല്ലത്. അല്ല അത് ഇങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര അത് പറയുന്നു ഇപ്പൊ ഞാൻ അവരോട്. കാരണം ഞാനിവിടെ സ്ഥിരം എന്ന് പറഞ്ഞ പോലെ ആൾക്കാരെ വരുന്നത് പോകണോ. 93 വയസ്സാണ്. 93 വയസ്സല്ലേ പറഞ്ഞു? 93 വയസ്സൊന്നും. 93 ആ 93 വയസ്സുണ്ട് മുത്തശ്ശിക്ക്. വീണിട്ട് ഇവർക്ക് എല്ലാവർക്കും വിഷമം കാണും. കാണാത്ത നല്ലത്, കാണാത്ത നല്ലത്. അല്ല അത് ഇങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര അത് പറയുന്നു ഇപ്പൊ ഞാൻ അവരോട്. കാരണം ഞാനിവിടെ സ്ഥിരം എന്ന് പറഞ്ഞ പോലെ ആൾക്കാരെ വരുന്നത് പോകണോ. 93 വയസ്സാണ്. 93 വയസ്സല്ലേ പറഞ്ഞു? 93 വയസ്സൊന്നും. 93 വയസ്സുണ്ട് മുത്തശ്ശിക്ക്. വീണിട്ട് ബ്ലഡ് വന്നിരുന്നത്രേ. വീണത് അപ്പോഴേ ആയി. ഞാൻ ഇന്നലെ കണ്ട വീണത് പറഞ്ഞാൽ അത് കിടക്കാറില്ല. 5-6 കൊല്ലമായിട്ട് കിടക്കാൻ പറ്റില്ല. ഇങ്ങനെ തടയെ വെച്ചിട്ട് നിർത്തി. അങ്ങനെയാണല്ലേ? അപ്പൊ പെട്ടെന്ന് വീണു. വീണ സമയത്ത് വായിന്ന് ബ്ലഡ് വന്നു. പല്ലിനൊന്നും ഒരു കേടുമില്ല. അപ്പൊ എനിക്ക് ഇന്നലെ ഫസ്റ്റിൽ ഞാൻ ആ കണ്ട ന്യൂസിൽ തന്നെ ആന കിടക്കുമ്പോ, തുമ്പി ഇങ്ങനെ കിടക്കുമ്പോ അവിടെ തന്നെ എനിക്ക് ബ്ലഡിന്റെ ഒരു ഇത്. അപ്പൊ നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നോക്കുമ്പോ ഇതെന്താ ബ്ലഡ്. ചിലപ്പോ രാത്രി ഞാൻ എടുത്തതിന്റെ ഇതായിരിക്കും. അപ്പൊ ഇയാള് പറഞ്ഞു വന്ന പാടെ ബ്ലഡ് വീണ പാടെ ബ്ലഡ് വന്നു. അതിന് സ്മെല്ല് എടുക്കുമല്ലോ. അപ്പൊ സൈലന്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പ്രായമുണ്ട്, വീണു, അതിനായിരിക്കും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കണ്ണൻ, അവിടെ ഉണ്ടായിരുന്ന നന്ദിനി, ഇവരൊക്കെ അങ്ങോട്ട് മാറ്റി. കണ്ണനും തിന്നാത്തത് അതുകൊണ്ടാണ്. ഒരു മരം നന്ദിനി ഇവിടെ നിന്നിരുന്നാണ്. കണ്ണൻ ഇവിടെ നിന്ന്. കണ്ണൻ തലയിൽ പട്ടിട്ടിട്ട് കഴിക്കില്ല, വെള്ളം കുറച്ച് കുടിക്കുന്നുണ്ട് പറഞ്ഞു. വിഷമം കാണും. പിന്നെന്താ കാണാത്ത നല്ലത് തന്നെ. ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ എനിക്ക് കാണാൻ പറ്റില്ല. ഒന്നും ചെയ്യില്ല. ഞങ്ങളൊക്കെ ഞാനും എൻ്റെ മോനൊക്കെ ഞങ്ങളൊക്കെ തൊട്ടിരുന്നു. ഞങ്ങളൊക്കെ കഴിഞ്ഞ തവണ വന്നിട്ട് അതിന് മുമ്പ് വന്നിട്ട് 2 മാസം മുമ്പ് മാമ്പഴം ഉണ്ടാകുന്ന ടൈമിലാണ്. 2-3 മാസം മുമ്പാണ് മാങ്ങ വാങ്ങിയിട്ട്. നല്ല നാടൻ മാങ്ങ വീട്ടിലേക്ക് ഗസ്റ്റ് തന്നിരുന്നു. എല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ ഇവിടേക്ക് വിളിച്ച് ചോദിച്ചു, പഴമുണ്ട് കൊണ്ടുവരട്ടെ, പിന്നെ മാമ്പഴം ഉണ്ട് കാരണം അവർക്ക് കൊടുക്കാമെന്നാണ്. ഇവിടെ കൊണ്ട് നമ്മൾ ഓഫീസിൽ കാണിക്കും. അപ്പോൾ കാണിച്ചിട്ട് അവർക്ക് കുഴപ്പമില്ലാന്ന് മനസ്സിലായി. അവർ കൊടുത്തു, വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ അയാളെ റോക്കി ഇരിക്കാതിരിക്കാനാണ് ആപ്പിന്റെ വരവെന്ന് തോന്നുന്നത്. അത് ആനയുടെ അടുത്തല്ലേ ഇരിക്കുന്നത്. അവര് നഖം വൃത്തിയാക്കിയപ്പോ കത്തി കൊണ്ടു. എന്നിട്ടാണ് ഒന്നും എറിയാനൊന്നുമില്ല, പുല്ലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കേട്ടത് ഇവിടെ സ്ഥിരം സന്ദർശകയായ ഒരു ആളുടെ വാക്കുകളാണ്. പക്ഷെ അവരെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും എത്രത്തോളം ആനസ്നേഹിയുടെ ഒരു മനസ്സിൽ നിന്ന് വരുന്നൊരു വലിയൊരു വിഷമമായ കാര്യമാണ്. കാര്യം എനിക്കിത് കാണാൻ പറ്റിയില്ല, പക്ഷെ പറ്റാത്തത് വലിയൊരു സന്തോഷമാണെന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഒട്ടും താങ്ങത്തില്ല. ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മരിച്ച ആനയെ കൊണ്ടുപോകണമെന്ന് കേൾക്കുമ്പോഴേ, ഇതിലെവിടെയോ കാല് വയ്യാത്തൊരു ആനയുണ്ടെന്ന് പറഞ്ഞു. അവർ ഇതിലേതാണെന്ന് അറിയത്തില്ല. ഇതിലേതാട്ടോ കാല് വയ്യാത്ത ആന എന്ന് പറഞ്ഞു? കാണാൻ വന്നതല്ലേ? എന്താ ഇന്ന് പഴമൊന്നും കൊണ്ടുവന്നിട്ടില്ല എയർപോർട്ടാ. നമ്മൾ മുത്തശ്ശീനെ കാണാൻ വേണ്ടി വന്നതാണേ. അതൊക്കെ നമുക്ക് പിന്നെ കൊണ്ടുവരാട്ടോ. സുരേഷ് ഗോപി ആനയുള്ള കാര്യം ഇപ്പോഴാണ് അറിഞ്ഞത്. ഇവിടെ വന്നപ്പോഴാണ്, ഇതുവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ആ ആനയെ നമുക്ക് കാണാം, അത് എവിടെ നിൽക്കുകയാണെന്ന്. പക്ഷെ ഇത് വലിയ സന്തോഷമാണ് അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോഴേ. ആദ്യം ആർക്കും അറിയത്തില്ല, ഞാനൊരിടത്തും കേട്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എനിക്കത് കേട്ട സന്തോഷം തോന്നിയത്. ഈ പരിസരത്ത് എവിടെ നിന്നാണ് പറഞ്ഞു കേട്ടോ. ചേട്ടാ, നമ്മളെ സുരേഷ് ഗോപി ആന എവിടെയാണ്? ഓ, അപ്പോൾ ഈ കളിക്കുന്നതാണ് നമ്മളെ സുരേഷ് ഗോപിയുടെ ആന. കണ്ടില്ലേ അസൽ, കണ്ടില്ലേ? നല്ല കളിയാണ് കേട്ടോ. വീഡിയോ ഗെയിം നല്ല പോസിങ് ആണ് ആള്. ചേട്ടാ 3 വയസ്സിൽ കൊണ്ടുവന്നല്ലേ ഇവിടെ? അറിയത്തില്ല. അവിടെ 3 വയസ്സിൽ കൊണ്ടുവന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. കണ്ടില്ലേ സുരേഷ് ഗോപിയുടെ ആന കിടന്ന് കളിക്കുന്നത്? കണ്ടില്ലേ? നല്ല കളിയാണ് കേട്ടോ.
ഈ കാണുന്ന ഗജേന്ദ്രയാണ്. അപ്പം ഇവിടെ ഏകദേശം 60-70 ആനയ്ക്ക് പുറത്ത് കണ്ടില്ലേ? ഈ അമ്പലം കൂടെ കണ്ടില്ലായിരുന്നോ? അത് നല്ല പഴക്കം ചെന്ന ഒരു അമ്പലമാണ്. പ്രശ്നക്കാരനല്ലാത്തതാണ് ഇങ്ങനെ ഓപ്പൺ ഏരിയ ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടോ? ഇപ്പോൾ ഇവിടെ വരുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. 20 പാസും 25 ക്യാമറ വീഡിയോ റെക്കോർഡിങ്ങിനാണ് വേണ്ടത്. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. ബൈ ബൈ.